ഫാത്തിമ ഇപ്പൊ കഥ തുറക്കും. കേക്കൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതാണ് നമ്മൾ ഫാത്തിമയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്താലുള്ള അവസ്ഥ. ഇതിനിടയിലാകും മോശ തുറ. നമ്മുടെ പാത്തുക്കുട്ടി എന്റെ വീഡിയോയിലൊക്കെ കാണത്തില്ല ഫാത്തിമ. ആ പാത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അവൾക്ക് അതിനെല്ലാം ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അവൾക്ക് പറ്റിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അവൾക്ക് അതിനെല്ലാം തിന്നാൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എനിക്ക് തിന്നാൻ വാങ്ങിക്കൊടുക്കാൻ ഇഷ്ടമല്ല. എന്തെങ്കിലും അല്ലാതെ ഓർക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കണം. നമുക്ക് തപ്പിയെടുക്കാം. അപ്പൊ ആദ്യം ഈ ഒരു ഗുലാബ് ജാമുൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവിടെ വേറെ വലിയ എന്തൊക്കെ ബ്രാൻഡിന്റെ ഉണ്ട്, GRBയുടെ ഒക്കെ. ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിനാകുമ്പോൾ 2-3 ഉള്ളു. അവൾ ഈ ഷോപ്പിലൊക്കെ വരുമ്പോൾ എടുക്കുന്ന അടുത്ത സാധനം ഈ മെൻഡോസ് ഇതെടുക്കാം. എന്നിട്ട് സെമി ഫ്രഷ് ഇത് കൊടുക്കാം. അവർക്ക് ഇത് വാങ്ങിക്കൊടുത്താലോ എന്ന് ആലോചിച്ചു. പക്ഷെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കായിരിക്കും ഉത്തരവാദിത്തം. അതുകൊണ്ട് നമുക്ക് ഇതിനെ വെച്ചിട്ട് ഇതിനെ വാങ്ങിക്കൊടുക്കാം. സന്തോഷമായാൽ മതിയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. നമുക്ക് തൽക്കാലം ഇത് റോട്ടി ചോക്കോപ്പ എടുക്കാം. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഫാത്തിമയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ ഫാത്തിമ എങ്ങനെ ആയിരിക്കും അറിയാം. അവളൊന്നും മിണ്ടാതിരിക്കും, ചിലപ്പോൾ ചിരിക്കും. എന്തിനാ കുട്ടീനെ ഇത് വാങ്ങിയേ എന്നായിരിക്കും ഫാത്തിമ മിക്കാറും ചോദിക്കുന്നത്. എന്നിട്ട് അത് മിണ്ടാതങ്ങിരിക്കും. ഫാത്തിമ കരയുന്നു ഗൈസ്. ഫാത്തിമ ബർത്ത്ഡേ ആയിട്ട് കരയുന്നു. ഞാൻ ഇന്ന് രാത്രി കൊണ്ട് തന്ന സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞ. ഫാത്തിമയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ ഫാത്തിമ ഒന്നെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ എന്തിനാ കുട്ടി ഇതൊക്കെയാണ്. ഞാൻ അതാ പ്രതീക്ഷ. പക്ഷെ പോയി 2 സെയിം ആണല്ലോ.